തേവലക്കരയിൽ സ്കൂളിന്റെ മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുനെ ഓർമ്മയുണ്ടോ? ആ മിഥുന് സ്വന്തമായിട്ടൊരു കൂരയുണ്ടായിരുന്നില്ല എന്നത് ഓർമ്മയുണ്ടോ? ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മുടെ പ്രതിനിധി, നമ്മുടെ ടി വി പ്രസാദൊക്കെ കാണിച്ചൊരു ചിത്രമുണ്ട്. ആ വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ, ഈ കുഞ്ഞ് മിഥുൻ്റെ സ്വപ്നത്തിലൊരു വീട് ആ വീടിൻ്റെ ഭിത്തിയിൽ വരച്ചു വെച്ചിരുന്നു. ഒട്ടും അടച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു മിഥുൻ്റേത്. വീട് ഇന്നിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം പ്രേക്ഷകനെ അറിയിക്കുന്നു. മിഥുൻ പക്ഷേ ആ കുഞ്ഞു വീട്ടിലില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. മിഥുന് പുതിയ വീടൊരുങ്ങിയിരിക്കുന്നു. വീടിന്റെ താക്കോൽദാനം മന്ത്രി ശിവൻകുട്ടി ഉടൻ നിർവഹിക്കും. ജയശങ്കർ ഉണ്ട് ഇപ്പോൾ അവിടെ. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. ഏറെ സന്തോഷവും അതേസമയം തന്നെ വേദനയും ഉള്ളതാണ്. 20 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് ഈ വീട് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിലുള്ളൊരു വീട്. പക്ഷേ ഈ വീട്ടിൽ മിഥുൻ്റെ സ്വപ്നങ്ങളേ ഉള്ളൂ. മിഥുൻ ഇല്ല എന്നത് ഏറെ സങ്കടകരവുമാണ്. മന്ത്രി എത്തിയോ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. വളരെ സന്തോഷമുള്ളൊരു പ്രഭാതമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ജൂലൈ 17 ഈ അപകടം നടന്ന ഈ വീട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒരു ചെറിയ കൂര മാത്രമാണ് ഉണ്ടായത്. ആ വീടിന് മുന്നിൽ മിഥുൻ വരച്ചു വെച്ച ഒരു ചിത്രമുണ്ടായിരുന്നത് ഒരു വലിയ വീടിൻ്റെ സ്വപ്നം അവശേഷിപ്പിക്കുന്ന ചിത്രമായിരുന്നു. ആ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മനോഹരമായൊരു വീട്, 1000 സ്ക്വയർ ഫീറ്റോടുകൂടി ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ എന്തായാലും മിഥുൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി ശിവൻകുട്ടി വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കും. ഏറെ നാളത്തെ കുടുംബത്തിൻ്റെ വലിയ കഷ്ടപ്പാടൊക്കെ ഇടയിലാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. മിഥുനൊക്കെ ആയിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ. മിഥുൻ വളർന്ന് വലുതായി. അങ്ങനെ വലിയ പ്രതീക്ഷകൾക്കിടയിലാണ് ഇങ്ങനെ ഷോക്കേറ്റ് മിഥുൻ്റെ മരണമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി വി ശിവൻകുട്ടി വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കും. ധനമന്ത്രി ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. മിഥുൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ വീടെന്ന് പറയുന്നത്. അത് ഒടുവിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. വലിയ സ്വപ്നമായിരുന്നു. മിഥുനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. പക്ഷേ ആ സംഭവം കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു വലിയ പിന്തുണയും സങ്കടവും പിന്നെ സഹായവും എല്ലാം കിട്ടുന്നൊരു സംഭവമായി എന്ന് മാത്രമല്ല, ഇതിൻ്റെ സംഭവം കാരണം കേരളത്തിലെ സ്കൂളുകൾക്ക് അവരുടെ സെക്യൂരിറ്റിക്ക് ഇടയ്ക്ക് പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന കാര്യത്തിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടായി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളുടെ സുരക്ഷ, സാധാരണ സ്കൂളുകളിൽ കുട്ടികളാണ്, അപ്പോൾ അവിടെ കൂടുതൽ സുരക്ഷാ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വന്നു. ഇവിടെ എല്ലാവരും ഈ കാര്യത്തിനകത്ത് ഒരുമിച്ച് നിന്നു. നമ്മുടെ ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട്, വിഷമം, സ്കൂളിലെ കുട്ടികളെ, അധ്യാപകരെ, മാനേജ്മെൻറ്റ്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, വിവിധ സംഘടനകൾ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് മാത്രമല്ല, ഇതിനൊരു മാനദണ്ഡം ഉണ്ടാകാൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മറ്റും എല്ലാവരും ഗവൺമെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. അതിന് അവർ നിർമ്മിച്ചിട്ടുള്ള സാധാരണ ഒരു ബഡ്ജറ്റ് ഇത്രയും വരാറില്ല. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വീടുകൾ നിർമ്മിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ സാധാരണ ചിലവാക്കുന്നതിൻ്റെ ഒരു 2.5 മടങ്ങെങ്കിലും പണം ചിലവാക്കിയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. വിവിധ സംഘടനകൾ, മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്, ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം കൊടുത്ത ആ കുടുംബത്തിന് സഹായമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ജനകീയമായ ഇടപെടൽ വന്നത് വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എല്ലാവരുടെയും പിന്തുണ കിട്ടേണ്ടതാണ്. പക്ഷേ ആ കുഞ്ഞ് മിഥുൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതിൻ്റെ ദുഃഖം ഇതൊന്നും പരിഹരിക്കുന്നതല്ല. പക്ഷേ ചെയ്യാവുന്ന എല്ലാ കാര്യവും ഇപ്പോൾ ചെയ്യാവുന്ന നാട്ടിലെല്ലാവരും ചേർന്നിട്ട് ആ കുടുംബത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം. അതെ ഡോക്ടർ, അതുതന്നെയാണ് മിനിസ്റ്ററും സൂചിപ്പിക്കുന്നത്. മിഥുൻ കൂടെയില്ല എന്ന വലിയ വിഷമം ഈ നാടിന് ആകെയുണ്ട്. തേവലക്കരയെ ആകെ വിഷമത്തിലാക്കിയില്ലെങ്കിൽ കേരളക്കരയെ ആകെ വിഷമത്തിലാക്കിക്കൊണ്ടാണ് മിഥുൻ്റെ ആ മരണവാർത്ത എത്തിയത്. അന്ന് ഈ വീട്ടിലെത്തിയപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ്. ഇവിടെ ചെറിയൊരു വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ വലിയൊരു വീട് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഒരുക്കി നൽകിയിരിക്കുന്നു. ആ വീടിൻ്റെ താക്കോൽദാനം അല്പസമയത്തിനകം തന്നെ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. അദ്ദേഹം ഇങ്ങോട്ട് ഓടിയെത്തും. എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ വേദനയുണ്ട്. ഒപ്പം തന്നെ ഒരു സന്തോഷം കൂടിയാണ്. മിഥുൻ്റെ മരണശേഷവും ഇതിൻ്റെ ഒരു വലിയ സ്വപ്നം അത് നടപ്പിലായി, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്ന വലിയൊരു സന്തോഷമുണ്ട്. കൊച്ചു വീടാണ്. മിഥുൻ്റെ അമ്മ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് വന്നിരുന്നു പൊന്നുമോനെ കാണാൻ വേണ്ടി. അതെ ഡോക്ടർ അരുൺ, അവരുണ്ട്, അനിയനും ഉണ്ട് അല്ലേ? അതെ ഡോക്ടർ അരുൺ, ഇതിൻ്റെ അതെ ഡോക്ടർ അരുൺ, അമ്മയും അച്ഛനും ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ
വീട്ടിൽ തന്നെയുണ്ട്. അവരിപ്പോൾ അമ്മ പിന്നീട് വിദേശത്തേക്ക് തിരിച്ചു പോയിട്ടില്ല, ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ മരണം അത് വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. പിന്നീട് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ വീടെന്ന സ്വപ്നത്തിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പും നാട്ടുകാരും എല്ലാവരും തന്നെ വലിയ തോതിലുള്ള പ്രയത്നം നടത്തി. അങ്ങനെ ജൂലൈ 19 മുതലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ വന്ന് ഇന്നെന്തായാലും അത് യാഥാർത്ഥ്യമാവുകയാണ്. അല്പസമയത്തിന് തന്നെ ആ വീട് ഇതിന്റെ വീട്ടുകാർക്ക് ഉടൻ തന്നെ നാടമുറിച്ചുള്ളിൽ കയറും. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ച വീടാണ് കുഞ്ഞ് മിഥുൻ ഇപ്പോൾ മിഥുന്റെ വീട്ടിൽ കുടുംബത്തിന് കിട്ടാൻ പോകുന്നത്. മിഥുനില്ല ആ വീട്ടിലേക്ക് കയറാൻ. മിഥുനൊരു വലിയ സ്വപ്നമായിരുന്നു കേട്ടോ, അവരെല്ലാവരും ഉള്ളൊരു നല്ല വീട് എന്നുള്ളത്. ആ സ്വപ്നം ആ ചിത്രമായിട്ട് അദ്ദേഹം കോറിയിട്ടിരുന്നു. ആ കുഞ്ഞ് മിഥുൻ വളരെ മിടുക്കനായിരുന്നു. കളിക്കളത്തിൽ ബാക്കിയുള്ള കൂട്ടുകാരുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകളിലേക്ക് ചെരുപ്പെടുക്കാൻ വേണ്ടി കയറുന്നത്. ആ സമയത്താണ് മുകളിലൂടെ പോയ ഇലക്ട്രിക് ലൈൻ തട്ടി ആ കുഞ്ഞ് മരിക്കുന്നത്. മിടുക്കനായിരുന്നു മിഥുൻ. ആ മിഥുൻ്റെ ആഗ്രഹം ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ പ്രവർത്തകർ ആരുടെയും കയ്യിൽ നിന്ന് പിരിവെടുത്തില്ല. വിദ്യാർത്ഥികളുടെ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും പിരിവെടുക്കാതെ 1000 സ്ക്വയർ ഫീറ്റിൽ 20 ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പോൾ മിഥുൻ്റെ കുടുംബത്തിന് കൈമാറാൻ പോകുന്നത്. പക്ഷേ ആ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ, വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ ഇല്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. നമുക്ക് മിനിസ്റ്റർ എത്തുന്ന സമയത്ത്, വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, നാടമുറിക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക്